ഹായ് FLO സിനിഫൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കളങ്കാവൽ ഞാൻ എൻ്റെ തിയേറ്ററിലെ ഫസ്റ്റ് ഷോ പോയി കണ്ടൊരു ഫിലിമാണ്. സിനിമയുടെ ഗുഡ് ആൻഡ് ബാഡ് ആസ്പെക്ട്സിലേക്ക് കടക്കാം. സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു നല്ല ഫിലിം തന്നെയാണെന്ന് പറയാം. ഉറപ്പായിട്ടും നമുക്ക് ഇപ്പോൾ ഈ സിനിമയൊന്ന് കാണുകയാണെങ്കിൽ ഒരു കൺസിസ്റ്റന്റ് പേസ് ഇതിനുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് എക്സ്ട്രീംലി ഹൈ ആയിട്ടുള്ള മൊമെന്റ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ പോലും സിനിമയിൽ എവിടെയും ലാഗ് കൊടുക്കുന്ന ഒരു സീൻ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതായത് ഒരു ലൈൻ പോലെയാണ് സിനിമയുടെ ഒരു കൺസിസ്റ്റൻസി പോകുന്നത്. അത് സിനിമയുടെ ഒരു വളരെ നല്ലൊരു ആസ്പെക്റ്റ് ആണ്. അത് തന്നെ ഈ സിനിമയെ നല്ല രീതിയിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഒരു 8.5 ഔട്ട് ഓഫ് 10 എന്നൊക്കെ ഇതിനെ പറയാം. മമ്മൂക്കയുടെ ആക്ടിംഗ് ആണ് ഈ സിനിമയുടെ ഒരു ഹാർട്ട് ആൻഡ് സോൾ എന്ന് നമുക്ക് പറയാം. മമ്മൂക്കയുടെ ആ ഒരു ബോഡി ലാംഗ്വേജ് ആയാലും വോയിസ് മോഡുലേഷൻ ആയാലും ഈവൻ ഭാഷാ ശൈലി ആയാൽ പോലും എല്ലാ രീതിയിലും ഈ ക്യാരക്ടറായിട്ട് മമ്മൂക്ക മാറിയിട്ടുണ്ട്. അതേസമയം വിനായകന്റെ ആക്ടിങ് എനിക്ക് കുറച്ച് അണ്ടർവെൽമിംഗ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതായത് പൊതുവെ വിനായകൻ തന്നെ പറഞ്ഞതുപോലെ തന്നെ വിനായകൻ പൊതുവെ ഒരു ലൗഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് ചെയ്യാറുള്ളത്. ലൗഡ് ഡെവിലിഷ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. ഇത് അതിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആണ്. ഒരു നായകൻ അതുപോലെ തന്നെ കുറച്ചും കൂടി ഒരു എന്താ പറയുക ടോൺ ഡൗൺ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അത് വിനായകന് തീരെ ചേരുന്നില്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് കിട്ടിയ സ്പേസിനുള്ളിൽ വെച്ച് തന്നെ ആയിക്കഴിഞ്ഞാലും മമ്മൂക്ക തന്നെയാണ് ഏറ്റവും നല്ല രീതിയിൽ ഈ സിനിമയിൽ പെർഫോം ചെയ്തിട്ടുള്ളത്. ഇനി സിനിമ നല്ലതാവാനുള്ള ചില പ്രധാന കാരണങ്ങളിലേക്ക് അടക്കാം. ഒന്നാമത്തേതായിട്ട് എനിക്ക് പറയാൻ സാധിക്കുന്നത് സിനിമയുടെ ആ ഒരു ഫ്രഷ്നെസ് ആണ്. ഇതിൽ കഥ പറഞ്ഞു പോകുന്ന രീതി എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഒരു ക്രൈം ത്രില്ലർ, ഒരു സസ്പെൻസ് ത്രില്ലർ എന്നൊക്കെ പറയാം. അങ്ങനെ ഒരു ഫിലിം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചില കോമൺ ക്ലീഷേ പ്രോപ്പർട്ടീസ് ഒന്നും ഈ സിനിമയിൽ കാണുന്നില്ല. അതുപോലെ ഒരു കമേഴ്ഷ്യൽ ഫിലിമിന്റെ ഫീലും ഇതിനില്ല. എന്തു തന്നെ ആയാലും ഒരു കണ്ടന്റ് ബേസ്ഡ് പടം എന്ന് നമുക്ക് ബേസിക്കലി പറയാൻ കഴിയുന്ന ഒരു പടം ആയിരുന്നിട്ട് കൂടി അത്ര ബോറായിട്ടോ അല്ലെങ്കിൽ ലാഗായിട്ടോ എനിക്ക് തോന്നിയിട്ടില്ല. അതായത് ഇപ്പൊ ഞാൻ ബ്രഹ്മയുഗം പോലുള്ള ഫിലിംസ് ഒക്കെ കാണുമ്പോൾ, അതായത് ബ്രഹ്മയുഗം എന്നുള്ളത് ഒരു കണ്ടന്റ് ബേസ്ഡ് പടമാണല്ലോ. അത്തരത്തിലുള്ള പടങ്ങൾ കാണുമ്പോൾ നമുക്ക് പൊതുവെ ഒരു കാഷ്വൽ ഓഡിയൻസിന്റെ കാര്യം പറയാണ് നമുക്ക് ലാഗ് തോന്നും. പക്ഷെ ഇത് അങ്ങനെ ഒരു ഫിലിം അല്ല. സിനിമയുടെ മൂഡ് അല്ലെങ്കിൽ ടോൺ പെട്ടെന്ന് തന്നെ അവരെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. ആദ്യ സീനിൽ തന്നെ മമ്മൂക്കയുടെ ഒരു ഫുൾ ഓൺ ക്യാരക്ടറൈസേഷൻ ആണ് നടത്തുന്നത്. തുടങ്ങുന്നത് തന്നെ ഒരാളെ കൊല്ലുന്നതിലൂടെയാണ്. അപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു കഥയെ പറ്റി മാത്രമല്ല, അതേപോലെ ഈ ഒരു ക്യാരക്ടറിനെ പറ്റി നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതിലൂടെ തന്നെ ഈ ഒരു ക്യാരക്ടർ ഇത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു കഥാപാത്രത്തെ പറ്റി നമ്മൾ തിരിച്ചറിയുമ്പോൾ ഈ കഥാപാത്രത്തെ എങ്ങനെ ഈ കഥ അവസാനിപ്പിക്കും, അല്ലെങ്കിൽ ഈ കഥയെ എങ്ങനെ ഈ കഥാപാത്രം അവസാനിപ്പിക്കുമെന്ന് നമ്മൾ ജെന്യൂനായിട്ട് അറിയാൻ ആഗ്രഹിക്കുന്നതാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഓഡിയൻസിനെ പിടിച്ചിരുത്തുന്ന തരത്തിലുള്ള ഒരു സീനിലൂടെയാണ് പടം ആരംഭിക്കുന്നത്. അങ്ങനെയാണ് സിനിമയുടെ ആ ഒരു മൊത്തത്തിലുള്ള ആ ഒരു എന്താ പറയുക ഒരു സ്ട്രക്ചർ നമുക്ക് ഫീൽ ചെയ്യുന്നത്. സിനിമയിൽ ത്രൂ ഔട്ട് അങ്ങനെ മമ്മൂക്ക എല്ലാ രീതിയിലും ആ ക്യാരക്ടറായിട്ട് മാറുമ്പോൾ നമുക്ക് അങ്ങനെ ഓരോ സീൻസ് കാണാനും ഒരു ഇൻട്രസ്റ്റ് തോന്നുകയാണ്. എനിക്ക് വേറൊരു കാര്യം എന്നുള്ളത്, അതായത് ഈ ഫ്രഷ്നെസ്സിന്റെ കാര്യത്തിൽ തന്നെ പറയുമ്പോൾ മമ്മൂക്ക ചെയ്യേണ്ട റോള് വിനായകൻ ചെയ്യേണ്ട റോള് മമ്മൂക്കയും ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുക ഒരു ഡിഫറൻസ് തോന്നുമല്ലോ. ഇപ്പോൾ നമ്മൾ പൊതുവേ ചെയ്യുന്ന ഒരു ക്ലീഷേ കാസ്റ്റിംഗ് ആണ് സിനിമയ്ക്ക് ചെയ്തിരുന്നെങ്കിൽ, അതായത് വിനായകന് ആ ഒരു വില്ലൻ റോൾ കൊടുത്തിരുന്നുവെങ്കിൽ സിനിമയ്ക്ക് ഇത്ര നല്ലൊരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ലായിരുന്നു. മറ്റൊന്ന് സിനിമയുടെ സിനിമാറ്റോഗ്രഫിയാണ്. അത് വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അതുപോലെ മ്യൂസിക് ആയാലും നല്ല രീതിയിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇതിലെ ഇന്റർവെൽ സീൻ കണ്ടപ്പോൾ ഞാൻ ശരിക്കും വിചാരിച്ചു, ഇന്റർവെല്ലിൽ ഒരു പഞ്ച് കിട്ടുന്ന ഒരു സീനുണ്ട്. അപ്പൊ ഈ സീൻ കണ്ടപ്പോൾ ഞാൻ ശരിക്കും വിചാരിച്ചു സിനിമ ഇനി മുതൽ ഒരു ഹൈ പിച്ചിലോട്ടാണ് പോകാൻ പോകുന്നത്. ഒരു എക്സ്ട്രീംലി എന്താ പറയാ ഒരു വളരെ നല്ലൊരു ഫിലിമായിട്ട് സിനിമ മാറുമെന്ന് ഞാൻ കരുതി. പക്ഷെ സെക്കൻഡ് ഹാഫ് ആ രീതിയിൽ നോക്കുമ്പോൾ കുറച്ച് അണ്ടർവെൽമിംഗ് ആയിരുന്നു. അതായത് മോശം രീതിയിലേക്കൊന്നും ഒരു സീനും പോയിട്ടില്ല. എന്തു തന്നെ ആയാലും സിനിമയിൽ അങ്ങനെ അത്ര വലിയ ഹൈ മൊമെന്റ്സ് ഒന്നും തരാൻ സാധിച്ചിട്ടില്ല. സിനിമയുടെ ക്ലൈമാക്സ് കുറച്ചും കൂടി ഹൈ ആയിട്ട്, അതായത് പ്രേക്ഷകർക്ക് ഒരു ഫുൾ ഓൺ വെൽ റൗണ്ടഡ് ആയിട്ട് തോന്നാൻ വേണ്ടിയിട്ട്, അതായത് കഥ മൊത്തത്തിൽ നല്ല രീതിയിൽ തന്നെ കെട്ടിപ്പിറക്കി എന്നൊരു ഫീല് തരാൻ ഇതിനെ കൊണ്ട് സാധിച്ചു എനിക്ക് തോന്നുന്നില്ല. ഒരു നല്ല ക്ലൈമാക്സ് തന്നെയാണ്. ഒരു സസ്പെൻസ് ത്രില്ലർ എന്ന നിലയിൽ കുറച്ച് സസ്പെൻസ് ഒക്കെ ഉള്ള ഒരു ക്ലൈമാക്സ് ആണ്. പക്ഷെ ഞാൻ കുറച്ചും കൂടി എന്താ പറയുക ഒരു വലിയൊരു ട്വിസ്റ്റ് ആൻഡ് ടേൺ ആ ഒരു ലാസ്റ്റത്തെ ലാറ്റർ പോർഷനിൽ ഞാൻ പ്രതീക്ഷിച്ചു, ആ ഒരു തേർഡ് ആക്ടിൽ. പക്ഷെ അത് ഈ സിനിമയെ കൊണ്ട് തരാൻ സാധിച്ചില്ല. പക്ഷെ അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു എക്സ്ട്രാ ഓർഡിനറിക്കും അപ്പുറം എത്താൻ കഴിയാവുന്ന ഒരു പടമായിട്ട് ഇത് മാറുമായിരുന്നു. എന്തായാലും കുഴപ്പമൊന്നുമില്ല, ഒരു നല്ല ക്ലൈമാക്സ് തന്നെയാണ്.
പക്ഷെ ഒരു എക്സ്ട്രാ ഓർഡിനറി അല്ല എന്നത് മാത്രമാണ് ഇവിടെ ഒരു കുഴപ്പമായിട്ട് വന്നിട്ടുള്ളത്. ഇപ്പോൾ അത് നമ്മൾ സിനിമയിൽ ഈ ഒരു ക്ലൈമാക്സ് ഒക്കെ നമുക്ക് കുറച്ച് അണ്ടർവെൽമിംഗ് ആയി തോന്നിയത് കൊണ്ട് സിനിമ അവസാനിച്ച് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ തുടിച്ചു നിൽക്കുന്നത് അവരുടെ അഭിനയങ്ങൾ തന്നെയാണ്. ഇപ്പോൾ മമ്മൂക്കയുടെ പ്രധാനമായിട്ട് നോക്കുകയാണെങ്കിൽ മമ്മൂക്ക ഓരോ സീനിലും കൺവേ ചെയ്യുന്ന ഒരു നമ്മളെ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ ഉണ്ടല്ലോ, അത് ആ ക്യാരക്ടറിൻ്റെ ഇൻറ്റേർണൽ തോട്ട്സിനെ നമുക്ക് നല്ല രീതിയിൽ തന്നെ വായിച്ചെടുക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ഓരോ എക്സ്പ്രഷനും ഇടുന്നത്. അത് എനിക്ക് വളരെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അത് തന്നെയാണ് സിനിമയുടെ ഒരു മെയിൻ കീ പോയിന്റ് എന്ന് ഞാൻ പറയും. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ മമ്മൂക്കയോ വിനായകരൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ സിനിമ ഉറപ്പായിട്ടും ജസ്റ്റ് ഒരു ആവറേജ് ഫിലിമായിട്ട് മാറുമായിരുന്നു. ഈ സിനിമയെ നിലനിർത്തുന്നത് ഇതിലെ കാസ്റ്റിംഗ് തന്നെയാണ്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും സെക്കൻഡറി ആയിട്ട് മാത്രമേ നമുക്ക് കണക്കിലെടുക്കാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ഇവിടെ മമ്മൂക്ക സ്വയം പറഞ്ഞ കാര്യമാണ്, ഈ 2 റോൾസിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ ആയിരുന്നു മമ്മൂക്ക് കിട്ടിയത്. പക്ഷെ മമ്മൂക്ക തിരഞ്ഞെടുത്തത് ആ വില്ലന്റെ കഥാപാത്രമാണ്. അത് തന്നെയായിരുന്നു, ആ ഒരു ചോയ്സ് തന്നെയായിരുന്നു ഈ സിനിമയെ ഈ ഒരു ലെവലിലോട്ട് എത്തിച്ചിട്ടുള്ളത്. ഇൻ കൺക്ലൂഷൻ ഇതൊരു വളരെ നല്ല ഫിലിമാണ്, ഒരു സോളിഡ് ഫിലിമാണ്. ഉറപ്പായിട്ടും തിയേറ്ററിലൊക്കെ പോയി ആൾക്കാർക്ക് കാണാൻ പറ്റുന്ന നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടാവുന്ന ഒരു ഫിലിമാണ്. അത് ബാക്കിയുള്ളവർക്കും അത് തന്നെയാണ് തോന്നിയതെന്ന് നമുക്ക് സിനിമയുടെ കളക്ഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഇന്നത്തെ ദിവസം നല്ല രീതിയിൽ തന്നെ സിനിമയുടെ ഇത് പോകുന്നുണ്ട്. ഫസ്റ്റ് ഡേ കളക്ഷൻ ഏകദേശം 15.7 കോടി രൂപയാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.